Namaste. UGC NET Sanskrit Traditional Subjects Code 73 2024 ജൂണിൽ നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ ആൻസർ ചെയ്ത് നോക്കാം. ഈ ഒരു പരീക്ഷ വീണ്ടും നടത്താനിരിക്കെ ഇത് ആൻസർ ചെയ്യുന്നത് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ആദ്യം തന്നെ ജ്യോതിഷത്തിൽ നിന്നുമുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ സാധിക്കും. ഈ ഒരു ചോദ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 2022 ജൂലൈ 1 ഷിഫ്റ്റിലൊരു ചോദ്യമുണ്ടായിരുന്നു. ജ്യോതിഷശാസ്ത്രയെ സൂര്യസ്യ മിത്രഗ്രഹൗ കൗ എന്ന്. അപ്പോൾ അതിനുത്തരം നമ്മൾ പറഞ്ഞു സൂര്യൻ്റെ മിത്രഗ്രഹങ്ങളാണ് ചന്ദ്രനും ഗുരുവും മംഗളനും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നേരെ തിരിച്ച് ചോദിച്ചിരിക്കുന്നു. മംഗളസ്യ മിത്രഗ്രഹേഷു പരിഗണ്യതേ, മംഗളൻ്റെ മിത്രഗ്രഹങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉത്തരം രവിഹി ചന്ദ്രഹ ഗുരുഹു എന്നാണ്. ഈ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മംഗളൻ്റെ മിത്രഗ്രഹങ്ങൾ ആരൊക്കെയാണ് എന്നാണ് ഇവിടെ ചോദിച്ചത്. ഇപ്പോൾ ചന്ദ്രൻ്റെ മിത്രഗ്രഹങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിക്കുകയായിരുന്നുവെങ്കിൽ നമ്മൾ രവിയുടെ മിത്രഗ്രഹങ്ങളാണ് മംഗളനും ചന്ദ്രനും ഗുരുവും. അപ്പോൾ ചന്ദ്രൻ്റെ മിത്രഗ്രഹങ്ങളായിരിക്കും മംഗളനും രവിയും ഗുരുവും എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ അത് തെറ്റിപ്പോകുമായിരുന്നു. കാരണം അമൃതയുടെ ഫ്രണ്ട്സാണ് അശ്വതിയും നവശ്രീയും അപർണയും എങ്കിൽ അശ്വതിയുടെ ഫ്രണ്ട്സ് ആകണമെന്നില്ല നവശ്രീയും അപർണയും. അമൃതയാകാം, നവശ്രീയും അപർണയും അശ്വതിയുടെ ഫ്രണ്ട്സ് ആകണമെന്നില്ല, അവർ തമ്മിൽ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ചന്ദ്രൻ്റെ മിത്രമാണ് സൂര്യൻ എങ്കിലും ചന്ദ്രൻ്റെ മിത്രമായിക്കൊള്ളണമെന്നില്ല ഗുരുവും മംഗളനും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ സൂര്യൻ ഇവിടെ മംഗളൻ്റെ മിത്രമാരെല്ലാമാണ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റിയ എന്താണ് ഗുരുവും ചന്ദ്രനും സൂര്യനും എന്ന്. കാരണം ഇപ്പോൾ ഉദാഹരണം പറയാം, അമൃതയുടെ ഫ്രണ്ട്സാണ് അശ്വതിയും നവശ്രീയും അപർണയും. അപ്പോൾ അതുപോലെ ഈ അപർണയ്ക്ക് അമൃതയോട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുപോലെ തന്നെ നവശ്രീയോടും ഫ്രണ്ട്ഷിപ്പുണ്ട്, അതുപോലെ അശ്വതിയോടും ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ നോക്കി എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഈ മംഗളൻ്റെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നോക്കാം. അതായത് സൂര്യനുമായിട്ട് മിത്രത ഉള്ളതുപോലെ തന്നെ ഗുരുവുമായിട്ടും ചന്ദ്രനുമായിട്ടും മംഗളന് മിത്രതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മംഗളൻ്റെ മിത്രങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഗുരുവും ചന്ദ്രനും സൂര്യനുമെന്ന് സംശയമില്ലാതെ എഴുതാം. അതുപോലെ തന്നെയാണ് സൂര്യൻ്റെ മിത്രങ്ങൾ ആരൊക്കെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ നോക്കി ചന്ദ്രനും ഗുരുവും മംഗളനും എന്ന്. ഇനി ഇപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്, ചന്ദ്രൻ്റെ മിത്രഗ്രഹങ്ങൾ ആരെല്ലാമാണ് എന്നതാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ അമൃതയുടെ മിത്രഗ്രഹങ്ങളാണ് അശ്വതി നവശ്രീ അപർണ. ഗ്രഹങ്ങളല്ല, കൂട്ടുകാരാണ്. അമൃതയുടെ ഫ്രണ്ട്സാണ് അശ്വതിയും നവശ്രീയും അപർണയും. പക്ഷേ ഈ അശ്വതിക്ക് നവശ്രീയെ അറിയില്ല, അശ്വതിക്ക് അപർണയും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അശ്വതിയുടെ ഫ്രണ്ട്സ് അല്ല നവശ്രീയും അപർണയും. പക്ഷേ അശ്വതിയുടെ ഫ്രണ്ടാണ് അമൃത. അപ്പോൾ ഈ അശ്വതിക്ക് വേറൊരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ടിൻ്റെ പേരാണ് അഖില. അപ്പോൾ ഈ അശ്വതിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് അമൃതയും അഖിലയും. ഇതേപോലെ സൂര്യൻ്റെ മിത്രഗ്രഹങ്ങളാണ് ചന്ദ്രനും ഗുരുവും മംഗളനും. എന്നാൽ ചന്ദ്രന് ഗുരുവിനെ അറിയില്ല, മംഗളനെ അറിയില്ല. അപ്പോൾ ചന്ദ്രൻ്റെ മിത്രഗ്രഹങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സൂര്യൻ ചന്ദ്രൻ്റെ മിത്രഗ്രഹമാണ്. അതുപോലെ ചന്ദ്രന് മറ്റൊരു മിത്രമുണ്ട്, ആരാണ്? ബുധൻ. അപ്പോൾ ചന്ദ്രൻ്റെ മിത്രഗ്രഹങ്ങളാണ് സൂര്യനും ബുധനും. ഇനി വേറൊരു കാര്യം പറയാം. ഈ അശ്വതിക്ക് അമൃതയോടും അശ്വതിയെ സംബന്ധിച്ച് അമൃതയോടുള്ള ഫ്രണ്ട്ഷിപ്പും അഖിലയോടുള്ള ഫ്രണ്ട്ഷിപ്പും ഒരേപോലെയാണ്. അപ്പോൾ
അശ്വതിയെ സംബന്ധിച്ച് ഇവർ സമങ്ങളാണ്. അശ്വതിക്ക് ഇവരോടുള്ള ഫ്രണ്ട്ഷിപ്പ് സമമാണ്. അപ്പോൾ ഈ രീതിയിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ശാസ്ത്രത്തിലേക്ക് കടന്നാൽ അതിങ്ങനെയൊന്നും ആവില്ല. ഈ രീതിയിൽ ചന്ദ്രന് സൂര്യനോടുള്ള മിത്രതയും ബുധനോടുള്ള മിത്രതയും ഒരുപോലെയാണ് എന്ന രീതിയിൽ നമുക്കിവിടെ പറയാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചന്ദ്രനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൂര്യനും ബുധനും സമഗ്രഹങ്ങളാണെന്ന് പറയാം, ഒരുപോലെയുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഒന്ന് മാത്രമാണ്, സൂര്യനും ബുധനും സമഗ്രഹങ്ങളാണ് എന്ന്. ഇനി വേറൊരു കാര്യം കൂടി ഇവിടെ പറയാം. ഈ അഖിലയുടെ, അതായത് അശ്വതിയുടെ ഫ്രണ്ടായ അഖിലയുടെ ശത്രുക്കളാണ് നവശ്രീയും അപർണയും എന്ന് പറയുന്ന രീതിയിൽ ചന്ദ്രൻ്റെ മിത്രഗ്രഹമായ ബുധൻ്റെ ശത്രുക്കളാണ് ഗുരുവും അതുപോലെ മംഗളനും എന്ന് മനസ്സിലാക്കണം. ഇത്രയും എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുവെന്ന് മാത്രം. ഇത് ഉപകാരപ്പെടുമെങ്കിൽ സ്വീകരിക്കാം. മിത്രഗ്രഹങ്ങളെ പറ്റി പറയാൻ ഇനിയും ധാരാളമുണ്ട്. പക്ഷെ ഈ ഒരു ചോദ്യത്തിനെ 2022 ജൂലൈ 1 ഷിഫ്റ്റിൽ വന്ന ചോദ്യവുമായി ബന്ധപ്പെടുത്തി ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാം. 2022 ചെയ്ത ആ ഒരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമസ്തേ.